പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെക്കുറിച്ച് PBയിൽ ചർച്ചയായിട്ടില്ലെന്ന് MA ബേബി. പ്രതിപക്ഷ നേതാവ് ആരെന്ന് നാളെ അറിയുമോ എന്ന ചോദ്യത്തിന് MA ബേബി മറുപടി നൽകിയില്ല. തോൽവി ചർച്ച ചെയ്യുന്ന നിർണായക പോളിറ്റ് ബ്യൂറോ യോഗം നാളെയും തുടരും. ഇല്ല, ഇവിടെ ചർച്ച ചെയ്യും. രാഷ്ട്രീയ സ്ഥിതികളും ബംഗാള്, തമിഴ്നാട്, കേരളം, ആസാം, പുതുച്ചേരി ഇവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഫലവും അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നടന്നത്. വിവരങ്ങളുമായി YS അഭിനന്ദുണ്ട്. YS അഭിനന്ദ്, മുഖ്യമന്ത്രി ആരെന്നതിൽ ഇനിയും തീരുമാനമായില്ല. അത് ഹൈക്കമാൻഡ് തല പുകയ്ക്കുന്നു. പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ എന്തെങ്കിലും തർക്കമോ സംശയമോ ഉണ്ടോ? നിലവിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മാത്രം, അഥവാ പിണറായി വിജയൻ അല്ലെങ്കിൽ മാത്രം KN ബാലഗോപാൽ എന്നതല്ലേ തീരുമാനം? നാളത്തേക്ക് തീരുമാനമുണ്ടാകുമോ? ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ചർച്ചകൾ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാനായിരുന്നു ദില്ലിയിൽ തുടരുന്നതെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യത്തിന് ഉത്തരം കൂടി ദില്ലിയിൽ നിന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. CPIM പോളിറ്റ് ബ്യൂറോ യോഗം അത് തുടരുകയാണ്. ഇന്നത്തെ സെഷൻ അത് പോളിറ്റ് ബ്യൂറോ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് MA ബേബിയുടെ പ്രതികരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് പ്രതിപക്ഷ നേതാവ് ആര് എന്നതിൽ യാതൊരു വിധമായിട്ടുള്ള ചർച്ചയും നടന്നിട്ടില്ല. നാളെ ചർച്ച നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയും പറയാതെ ജനറൽ സെക്രട്ടറി പോകുകയായിരുന്നു. എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനം അത് പിണറായി വിജയൻ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചതിൽ ഭൂരിഭാഗം അംഗങ്ങളും പിണറായി വിജയനെ പിന്തുണയ്ക്കുകയായിരുന്നു. അക്കാര്യമടക്കം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സന്നദ്ധനാണെങ്കിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകും, അല്ലെങ്കിൽ മറ്റൊരു പേര്. എന്തായാലും പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെയും സെക്രട്ടേറിയറ്റിന്റെയും ഒക്കെ പരിഗണനയിലുള്ളത്. ഇനി PBയിൽ അത് നന്നായി ചർച്ച ചെയ്യണം. ചർച്ചയ്ക്ക് ശേഷം പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള വിമുഖത അതുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുകയാണെങ്കിൽ പിണറായി പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യത കുറവാണ്. മറ്റേതെങ്കിലും പേര് KN ബാലഗോപാൽ, സജി ചെറിയാൻ എന്ന പേരിലേക്ക് കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും കടക്കും. പക്ഷേ ഇന്ന് CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിനകത്ത് പ്രതിപക്ഷ നേതാവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് ആവർത്തിച്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും CPIM ജനറൽ സെക്രട്ടറിയും വ്യക്തമാക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.